അഴിമതിക്ക് ഇവിടെ എപ്പോഴെങ്കിലും ഒരു അവസാനം ഉണ്ടാകുമെന്ന് കരുതിയ നിങ്ങൾക്ക് വീണ്ടും തെറ്റിയിരിക്കുകയാണ്. ഭരണം പോയാലും അധികാരം ഒഴിഞ്ഞാലും ഈ പിണറായി വിജയനും കൂട്ടരും നാടിനെ കൊള്ളയടിക്കുന്ന പണി നിർത്തൂല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. കരിമണലിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈവശം കിട്ടിയോ, അതോ കരിമണൽ കണ്ട് കണ്ണ് മഞ്ഞളിച്ചതാണോ? എന്തൊക്കെയായിരുന്നു LDF ഭരണകാലത്ത് നമ്മൾ കേട്ടത്? ശബരിമലയിലെ ആചാര ലംഘനങ്ങളും അതിന്റെ മറവിൽ നടന്ന കള്ളക്കളികളും, സ്വർണ്ണക്കടത്ത് കൊള്ള, ലൈഫ് മിഷൻ അഴിമതി, അങ്ങനെ എത്ര നാടകങ്ങൾ. അന്നൊക്കെ മൈക്കിന് മുന്നിൽ വന്ന് ഇരട്ടച്ചങ്കൻ ഗർജിച്ചു എന്റെ കൈകൾ ശുദ്ധമാണെന്ന്. എന്നാൽ ഇപ്പോൾ ഇതാ ഭരണം മാറി ജനങ്ങൾ ഓരോന്നായി പുറത്തെടുക്കുമ്പോൾ പിണറായിയുടെ ആ ശുദ്ധമായ കൈകളിൽ പുരണ്ടിരിക്കുന്നത് കരിമണലിന്റെ കറയാണെന്ന് പകൽ പോലെ വ്യക്തമാകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സംസ്ഥാനത്തിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പ്രകൃതി വിഭവമായ കരിമണലിലെ അത്യപൂർവ ധാതുക്കൾ അടിച്ചെടുക്കാൻ അണിയറയിൽ നടന്ന വൻ ഗൂഢാലോചനയുടെ കഥകൾ കേട്ടാൽ അണികൾ പോലും നാണം കിട്ടി തലയിൽ കൈവച്ചു പോകും. എന്താണ് ഈ കരിമണൽ കൊള്ള? എന്താണ് സംഭവം? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ കാണുന്ന കരിമണൽ വെറും കറുത്ത മണലല്ല സുഹൃത്തുക്കളെ. അതിനകത്ത് വിലപിടിപ്പുള്ള ചില സാധനങ്ങളുണ്ട്. ശാസ്ത്രഭാഷയിൽ അതിനെ അപൂർവ ധാതുക്കൾ എന്ന് പറയും. ഇൽമനൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ ഇതൊക്കെ സാധാരണ വ്യവസായങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന ഇത്രയും തന്ത്രപ്രധാനമായ വിഭവമായതുകൊണ്ട് തന്നെ ഇത് വെട്ടിയെടുക്കാനോ മറ്റോ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനമായ KMML മാത്രമേ നിയമപരമായി അവകാശമുള്ളൂ. ഒരു സ്വകാര്യ കമ്പനിയെയോ അന്താരാഷ്ട്ര മാഫിയകളെയോ ഇതിലേക്ക് അടുപ്പിക്കില്ല എന്നത് നമ്മുടെ രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും പ്രഖ്യാപിത നയമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ മുൻപ് പലവട്ടം മൈക്കിന് മുന്നിൽ നിന്ന് ഗർജിച്ചിട്ടുണ്ട്. ധാതുമണൽ ഖനനം ഞങ്ങൾ സ്വകാര്യവൽക്കരിക്കില്ല, ഇത് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തുമെന്ന്. എന്നിട്ട് ഇപ്പോൾ പുറത്തു വന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ട് എന്താണെന്ന് അറിയാമോ? KMML കൈവശം ഏകദേശം 19 ലക്ഷം ടൺ മോണോസൈറ്റ് ശേഖരമുണ്ട്. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഈ വമ്പൻ നിധിയിൽ നിന്ന് ധാതുക്കൾ വേർതിരിച്ചെടുക്കാനും സംസ്കരിക്കാനുമുള്ള അനുമതി ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ കമ്പനിക്ക് നമ്മുടെ മുൻ LDF സർക്കാർ അതീവ രഹസ്യമായി ഒപ്പിട്ട് നൽകി. അതും സർക്കാർ സംവിധാനങ്ങളെയും വ്യവസായ വകുപ്പിനെയും പാടെ കാറ്റിൽ പറത്തിക്കൊണ്ട്. പൊതുമേഖലയെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചവർ നമ്മുടെ നാടിന്റെ പൊതുസ്വത്ത് ഒരു സ്വകാര്യ മാഫിയ കമ്പനിക്ക് എറിഞ്ഞുകൊടുത്തു. ഇപ്പോൾ കാര്യം മനസ്സിലായില്ലേ? നമ്മുടെ നാടിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പൊതു സ്വത്താണ് ഈ അടിയറവ് വെച്ചിരിക്കുന്നത്. ഇനി ഈ തട്ടിപ്പ് നടന്ന ടൈമിംഗ് ഉണ്ടല്ലോ, അവിടെയാണ് ഇവരുടെ ബുദ്ധി സമ്മതിച്ചു കൊടുക്കേണ്ടത്. സാധാരണ ഒരു സുപ്രധാന നയപരമായ തീരുമാനമെടുക്കുമ്പോൾ ഒരു സർക്കാർ എന്താണ് ചെയ്യാറ്? ഒരുപാട് ചർച്ചകൾ നടത്തും, ക്യാബിനറ്റ് കൂടും, ജനങ്ങളെയും മാധ്യമങ്ങളെയും അറിയിക്കും, വളരെ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യും. കാരണം ഇത് വരും തലമുറകളെ പോലും ബാധിക്കുന്ന വിഷയമാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചത് എന്താണ്? നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരാൻ കൃത്യം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുന്നു. അതായത് 2026 മെയ് 2-ാം തീയതി. സംസ്ഥാനം മുഴുവൻ വോട്ടെണ്ണലിന്റെ ആകാംക്ഷയിലാണ്. വോട്ട് പെട്ടികളിൽ എന്താണ് സംഭവിക്കുക, അടുത്തത് ആര് ഭരിക്കും, ആര് ജയിക്കും, ആര് തോൽക്കും എന്ന ടെൻഷനിൽ ജനങ്ങളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ഇരിക്കുമ്പോൾ ദേ വരുന്നു സെക്രട്ടേറിയറ്റിൽ നിന്നും ഒരു അതീവ രഹസ്യ ഉത്തരവ്. ഭരണകൂടം മാറാൻ പോകുന്നതിന്റെ തൊട്ടു തലേന്ന് സർക്കാർ സംവിധാനങ്ങൾ മൊത്തം മരവിച്ചിരിക്കുന്ന ആ അനിശ്ചിതത്വത്തിന്റെ സമയത്ത് തിടുക്കപ്പെട്ട് ഈ ഹൈദരാബാദ് കമ്പനിക്ക് പച്ചക്കൊടി കാണിക്കുന്നു. KMML ഈ സ്വകാര്യ കമ്പനിയെ തിരഞ്ഞെടുത്തതായി കാണിച്ചു നൽകിയ കത്തിന്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നപ്പോഴാണ് നാണക്കേടിന്റെ ഈ വമ്പൻ കഥ പുറം ലോകം അറിയുന്നത്. ആലോചിച്ചു നോക്കൂ, എന്തിനായിരുന്നു ഇത്രയും വലിയ വെപ്രാളം? പിറ്റേന്ന് വോട്ടെണ്ണുമ്പോൾ ഭരണം മാറാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണോ ഈ ധൃതി? പോകുന്ന പോക്കിൽ ആ ഹൈദരാബാദ് കമ്പനിയെ സുഖിപ്പിച്ചു വിടാൻ ആര് വാങ്ങിയ കോഴയുടെ ഫലമാണിത്. ഇത്രയും അതിവേഗത്തിൽ ഫയൽ നീങ്ങാൻ മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ആരാണ് ചരട് വലിച്ചതെന്ന് പ്രത്യേകം പറയണോ? പൊതുവേദിയിൽ വന്ന് മൈക്കിന് മുന്നിൽ നിന്ന് ഗർജിക്കാറുള്ള പഴയ വീര്യമൊക്കെ ഇപ്പോൾ ഇവിടെ പോയി. ഇനി ഇവർ പറയുന്ന ന്യായീകരണവും ക്യാപ്സ്യൂളും ഇതായിരിക്കും ചിലപ്പോൾ. കരിമണലിൽ നിന്ന് ഈ അപൂർവ ധാതുക്കൾ വേർതിരിച്ചെടുക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്വകാര്യ കമ്പനിയെ ചുമതലപ്പെടുത്തിയത് എന്നായിരിക്കും ഇനി അവരുടെ വാദം. കേൾക്കുമ്പോൾ വലിയ ശാസ്ത്രീയ കണ്ടുപിടുത്തം എന്നൊക്കെ തോന്നായിരിക്കാം. എന്നാൽ സംഭവം ശുദ്ധമായ കൊള്ളയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. തീരദേശത്ത് നിന്നും വെട്ടിയെടുക്കുന്ന ഈ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ മുൻപ് പല വിദേശ സ്വദേശ മാഫിയകളും നോക്കിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തീരദേശത്തെ ജനങ്ങളും പരിസ്ഥിതി സംഘടനകളും സമരം ചെയ്ത് അവരെ എതിർത്ത് തോൽപ്പിച്ചതാണ്.
എന്നാൽ ഇത്തവണ പിണറായി സർക്കാർ ജനങ്ങളെയും നിയമത്തെയും ഒരേപോലെ അട്ടിമറിച്ച് കൂടുതൽ ശാസ്ത്രീയവും എന്നാൽ അതീവ രഹസ്യവുമായ രീതിയിലാണ് ഈ കമ്പനിക്ക് വഴിവിട്ട ആനുകൂല്യം നൽകിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. ഭരണതലത്തിൽ ഉന്നതന്മാരുടെ കനത്ത ഒത്താശയോടെയും സ്വാധീനത്തോടെയുമാണ് ഈ സുപ്രധാന തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ഫയലുകൾ നീങ്ങിയ റോക്കറ്റ് വേഗത മാത്രം നോക്കിയാൽ മതി ഇതിലെ അഴിമതിയുടെ ആഴം മനസ്സിലാക്കാൻ. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ പൊതുമേഖല എന്ന് പറയുകയും അണിയറയിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചരട് വലിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ പകൽ വെളിച്ചത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇതൊരു പുതിയ സംഭവമല്ല സുഹൃത്തുക്കളെ. ഇടതുപക്ഷ ഭരണകാലത്ത് അധികാരത്തിൽ ഇരുന്നപ്പോഴും നടത്തിയ അഴിമതികൾ ആ സമയത്തും വലിയ വാർത്തയായിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് വിവാദങ്ങൾ കണ്ടതാണ്. അന്നൊക്കെ ഭക്തരുടെ വികാരങ്ങളെയും നാടിന്റെ സമ്പത്തിനെയും ഒരുപോലെ ചൂഷണം ചെയ്യാനാണ് ആ ഭരണകൂടം ശ്രമിച്ചത്. അതിനുശേഷം ഭരണം നഷ്ടപ്പെട്ടപ്പോഴും ഓരോന്ന് കെട്ടടങ്ങുമെന്ന് കരുതിയ ജനങ്ങൾക്ക് തെറ്റി. ഓരോ ദിവസം കഴിയും തോറും മുൻ സർക്കാരിന്റെ കാലത്ത് പൂഴ്ത്തിവെച്ച ഓരോ അഴിമതി ഫയലുകളായി പുറത്തേക്ക് വരികയാണിപ്പോൾ. കരിമണൽ മേഖലയിലെ മാഫിയ ഇടപെടലുകൾക്ക് ഭരണാധികാരികൾ നേരിട്ട് കൂട്ടുനിൽക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്ന ഈ KMML രേഖകൾ. ജനാധിപത്യത്തിന്റെ ഏറ്റവും നിർണായകമായ ആ സമയത്ത് ഇത്തരം ഒരു സുപ്രധാന ഇടപാട് നടത്തിയത് അഴിമതിയുടെ പണം സുരക്ഷിതമാക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ആർക്കും മനസ്സിലാകും. ഭരണകൂടം മാറുന്നതിന് തൊട്ടു മുമ്പ് നടന്ന ഇത്തരം ഇടപാടുകൾ കരിമണൽ കൊള്ളയിലെ മാഫിയ ഇടപെടലിന് കൃത്യമായ തെളിവ് തന്നെയല്ലേ? സംസ്ഥാനത്തിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ധാതു സമ്പത്ത് കൊള്ളയടിക്കാനുള്ള ഈ നീക്കം അഴിമതിയുടെ വലിയൊരു സൂചനയല്ലേ നൽകുന്നത്? ഇപ്പോൾ കരിമണൽ ഖനനത്തിനെതിരെ പോരാടുന്ന സംഘടനകളെല്ലാം ശക്തമായ സമരവുമായി ഇനി രംഗത്ത് വന്നേക്കാം. ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് കരിമണൽ കൊള്ള സമ്മതിക്കില്ല, കോർപ്പറേറ്റുകളെയും മാഫിയകളെയും തീരദേശത്തേക്ക് അടുപ്പിക്കില്ല എന്ന് തൊണ്ടകീറി പ്രസംഗിച്ച അതേ സർക്കാരിന്റെയും അതേ പിണറായി വിജയന്റെയും അസൽ മുഖമാണ്. എന്തൊക്കെയായിരുന്നു ഇവരുടെ വാദങ്ങൾ? പ്രകൃതി വിഭവങ്ങൾ ജനങ്ങളുടേതാണ്, അത് കാത്തു സൂക്ഷിക്കാൻ ഇടതുപക്ഷം കാവൽ നിൽക്കും. ആഹാ, കേൾക്കാൻ എന്ത് അന്തസ്സായിരുന്നു! ഈ ഡയലോഗൊക്കെ കേട്ട് കൈയടിച്ച അണികളെ വേണം ഇപ്പോൾ പറയാൻ. ഒരു വശത്ത് മൈക്കിന് മുന്നിൽ വന്ന് പൊതുമേഖലാ പ്രേമം പറയുക, മറുഭാഗത്ത് വോട്ടെണ്ണലിന്റെ തലേന്ന് ആരും കാണാതെ ഹൈദരാബാദ് കമ്പനിക്ക് കോടികളുടെ ധാതു സമ്പത്ത് കൊള്ളയടിക്കാൻ ഒളിപ്പിച്ചു കടത്താൻ അനുമതി നൽകുക. ഇതിനെ എന്ത് പേരിട്ടാണ് വിളിക്കുന്നത്? ഇതാണോ സുതാര്യത? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ മാത്രം ആദർശം പറയുകയും അധികാരം ഒഴിയാൻ നേരത്ത് പെട്ടി റെഡിയാക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇപ്പോൾ റിപ്പോർട്ട് സഹിതം പുറത്തു വന്നിരിക്കുന്നത്. ഈ കരിമണൽ വിഷയത്തിൽ ഇവരുടെ കള്ളക്കളി പുറത്തു വരുമ്പോൾ ഇനി ഒരു കാര്യം ആലോചിക്കണം. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെയും കേരളത്തിൽ എന്തൊക്കെയാണ് ചർച്ചയാകുന്നത്? മുൻപ് ഇടതുപക്ഷം ഭരിച്ചപ്പോൾ എന്തൊക്കെ തട്ടിപ്പുകൾ ഇവിടെ നടത്തിക്കൂട്ടിയെന്ന് ഓരോ ദിവസവും പുതിയ പുതിയ തെളിവുകൾ പുറത്തു വരികയാണ്. ഒരു വശത്ത് ഇംഗ്ലീഷൊക്കെ പഠിച്ച് വലിയ വിദ്യാഭ്യാസമൊക്കെ നേടി നാട് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ യുവതലമുറ ഇവിടെ തൊഴിലില്ലാതെ അലയുമ്പോൾ മറുവശത്ത് ഇവർ ചെയ്തത് എന്താണ്? നാടിന്റെ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പൊതുസ്വത്ത് കൊള്ളയടിക്കാൻ മാഫിയകൾക്ക് റൺവേ ഒരുക്കി കൊടുക്കുന്നു. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.